ശ്യാമളേച്ചി, വീട്ടിലാരും ഇല്ലേ? ഇതെന്തൊരു മൂകത? എന്ത് ചേച്ചിരുന്നു കരയണത്? അയ്യോ, ഇതെന്തിരുന്ന് കരയണത്? ഒരു ചത്ത വീടുമല്ല കിടക്കണല്ലേ ഇത്. എന്ത് പ്രശ്നം? എന്ത് ചേച്ചി കാര്യം പറയാ ചേച്ചി? ശശിയാണ് എന്തെങ്കിലും പറ്റിയ? അതൊന്നുമല്ല. അതൊക്കെ ആണെങ്കിൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ അവിടെ തൂത്തോണ്ട് കിടക്കണം. ചേച്ചി പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ? ചേച്ചി കാര്യം പറ, എന്ത് പ്രശ്നം? എന്റെ മോളെ റിസൾട്ട് വന്നു. അയ്യോ, തോറ്റാ? എപ്പോഴും ഞാൻ പറയണതാണ്, പടി 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 കണ്ണേ കൊന്നേന്നും പറഞ്ഞ് അളത്തിയത്. അതിനെന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയണത്? അവള് തോറ്റാ? തോക്കണതല്ലേ ഇതിനെക്കാളാം സർ. ഇപ്പൊ തോറ്റാലോ അതൊന്നും വിഷമമല്ല. പിള്ളേ എന്ത് വിഷമിക്കും? ചേച്ചി ഇതൊന്നും വിഷമിക്കാതെ. എല്ലാവരുടെ ഞാൻ പറഞ്ഞു ഫുൾ A+ കിട്ടും, ഫുൾ A+ കിട്ടും. മക്കളെ, ആ കുഞ്ഞമ്മ നല്ല പഠിക്കണ കൊച്ചാണല്ലേ. പിന്നെ എന്ത്? +2 ആണ്. കുറെ കൂടെ പടി പടി എന്ന് പറഞ്ഞിട്ട് അവള് കളിച്ച് നടന്നിരിക്കും. ചേച്ചി അവളെ മാർക്ക് എത്ര? 5 A+ 1 A. ഞാൻ എങ്ങനെ സഹിക്കും? എനിക്ക് വയ്യ കുഞ്ഞമ്മ. ഇത്രയും മാർക്ക് വാങ്ങിച്ചിട്ട് എന്നെ പറയണ കേട്ടോ അമ്മ. ആഹാ, 5 A+ 1 A ഉണ്ട്. നല്ല മാർക്കല്ലേ? അതിന് ചേച്ചി ഇങ്ങനെ കരയണ എന്തിനെ? ഓ, നിനക്കത് പറയാ. ഞാൻ എല്ലാവരുടെ പറഞ്ഞു അവൾക്ക് ഫുൾ A+ കിട്ടുമെന്ന്. ഇനി ഞാൻ ആൾക്കാരെ മുഖത്ത് എങ്ങനെ നോക്കും? കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അതും കൂടെ A+ ആവൂലായിരുന്നു. എനിക്കിപ്പോ വെള്ളി ഇറങ്ങാൻ നാണക്കേട്. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഊണും ഉറക്കം ഇല്ലാതെ പഠിച്ചതെന്നറിയാമോ? നീ മിണ്ടരുത്. പഠിച്ച് 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 നടന്നിട്ട് ഒരു സന്ധ്യം കണ്ട ഒരു വക അറിയണ്ട. ചുമ്മാ തൂത്തും നനച്ചങ്ങ് നടക്കും. ഒന്നും അറിയണ്ട. മോക്ക് കിട്ടിയാലെന്ത്, കിട്ടിയില്ലെങ്കിൽ. ഓ, ഇനി അച്ഛന്റെ മെക്കിട്ട് കയറി. ഇന്നലെ മുതൽ എന്റെ അടുത്തായിരുന്നു, ഒരു സ്വൈരം തന്നിട്ടില്ല. ഇന്നലെയും കൂടെ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ ഈ പെണ്ണിന് ഫുള്ള് കിട്ടുമെന്ന്. എന്റെ പൊന്നി ചേച്ചി, അത് കഷ്ടപ്പെട്ട് ഇത്ര മാർക്ക് വാങ്ങിച്ചല്ലേ എന്ന് വെച്ചിരുന്ന് കരയണ ചേച്ചി. എടി, നിനക്ക് അതൊക്കെ പറയാ. വേണ്ട, അപ്പുറത്തെ വീട്ടിലെ ബിസ്മീര മോക്ക് ഫുൾ A+. എന്തിന് ആ സുജാതയുടെ മോന് വരെ ഫുൾ A+. ഇനിയിപ്പൊ അവളെയൊക്കെ ജാടക എങ്ങനെ കാണും? അതാണിപ്പൊ അമ്മയ്ക്ക് കുഴപ്പം. എനിക്ക് വയ്യ, ചത്താ മതി. ചേച്ചി അവർക്ക് ഉള്ളത് അവര് വാങ്ങിച്ചു. അവക്ക് പഠിച്ച് വാങ്ങിക്കാൻ പറ്റണത് അവള് വാങ്ങിക്കണം. പിന്നെ അതിന് ചേച്ചി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ? നീ മിണ്ടാതപ്പോ ശ്യാമ അങ്ങോട്ട്. നല്ല റിസൾട്ട്, നല്ല റിസൾട്ട്. അവള് രാവിലെ വിളിച്ചിട്ട് ചേച്ചിയുടെ മോക്ക് എത്ര, എന്റെ മോക്ക് ഫുൾ A+ ഉണ്ടെന്ന്. അത് കേട്ടപ്പോഴേ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ഞാൻ തിരിച്ചെന്തിന് പറയും? 5 A+ ഒരു A ഒന്നാ. നാണക്കേട്. അവള് പറയണേട്ടെ ഇവള് പണ്ട് ഭയങ്കര പഠിച്ചു വാങ്ങിച്ചതുപോലെ. എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റിയില്ല. ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ലേ ഈ മനുഷ്യന്റെ ഇടയിൽ വന്ന് നടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്റെ മോള് പഠിച്ച് നല്ല നിലയിലാവട്ടെന്ന് ഞാൻ വിചാരിച്ചത്. അവൾ അതിന് ഫുള്ള് വായിക്കാതെ വന്നിരിക്കും. അവളെ പരീക്ഷയ്ക്ക് ഊണും ഉറക്കം ഇല്ലാതെയാണ് ഞാൻ കാത്തിരുന്നത്. അമ്മ കുറെ ഉറക്കമൊഴിഞ്ഞ് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യണത്. പിന്നെ നാക്ക് കാണിച്ചോണ്ടല്ല. അവള് പിന്നെ ഞാൻ ഉറങ്ങി. ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഞാൻ ഈ പഠിക്കാൻ നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നത്. ഉറങ്ങി അവള്. എന്നെ എത്ര അടി അടിച്ചെന്നറിയാമോ കുഞ്ഞമ്മ? അവളെ നാക്ക് ഞാൻ നാക്കിനകത്തളയും. മാർക്ക് വാങ്ങിക്കാൻ വന്നിട്ട് അവള് നാക്ക് കാണിക്കണ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇതിൽ കൂടുതലാണെങ്കിൽ അമ്മ പോയി പിന്നെ ഞാൻ വെട്ടിക്കളയും. ഞാൻ ഇനി ആളുകളെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്ക് വയ്യ, വെളിയിൽ ഇറങ്ങാൻ വയ്യ. എന്റെ പൊന്നേച്ചി, അത് നല്ല മാർക്കാണ് വാങ്ങിച്ചിരിക്കണേ. ചേച്ചി ചുമ്മാ അതിനെ വിഷമിപ്പിക്കല്ലേ. സുജാതയുടെ കൊച്ചിന് വരെ ഫുൾ A+ കിട്ടിയിരിക്കണം. ഒരു ദിവസം സ്കൂളിൽ പോകൂല, എന്നിട്ട് അതുപോലും പഠിച്ച് വാങ്ങിച്ചില്ലേ. സുജാത മമ്മിയുടെ മോക്കൊന്നും അത്രയും ഇല്ല. അമ്മയടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ഒരു ചുമ്മാ പറഞ്ഞതായിരിക്കും. മക്കൾ ഇനി വാ, ആ സ്കൂൾ കോഡ് അടിച്ച് നോക്ക്. അവരുടെ മാർക്ക് അറിയാൻ പറ്റും. അതിന് ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ നമ്പറൊക്കെ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. സ്കൂൾ കോഡ് അടിച്ചു നോക്കിയാൽ ആ സ്കൂളിൽ പഠിച്ചവരെ ഫുള്ള് ലിസ്റ്റും വരും. ശരി, ഞാൻ നോക്കട്ടെ. ഇപ്പൊ എവിടെ സമാധാനത്തിന് വേണ്ടി. ആ സ്കൂൾ കോഡ് നിനക്കറിയാമോ? സ്കൂൾ കോഡ് എനിക്കറിയാം. എന്നാ പിന്നെ സ്കൂൾ കോഡ് അടിച്ച് നോക്കി നോക്ക്. നേട്ട നോക്കൂ കുഞ്ഞമ്മ. ഫുള്ളൊന്നുമില്ല, ഒരു A+ ആണുള്ളത്. Bയും Cയും ഒക്കെ ഉണ്ട്. കണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? തന്നെ ചുമ്മാ പറഞ്ഞതാ. കണ്ട എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. എന്നോലെ എന്ത് ഗമയില് പറഞ്ഞ നോക്ക്. എനിക്ക് മോക്ക് ഫുൾ A+ എന്ന കള്ളല്ലേ. അങ്ങനെ വിട്ടാ കൊല്ലൂല്ലേ. ഞാനേ ലീലയോട് വിളിച്ച് പറയട്ടെ. അമ്മ ഇനിയിപ്പോ ആരടുത്തും പറയാനൊന്നും പോകണ്ട അമ്മ. വെറുതെ ആ കൊച്ചിനെ നാണക്കേടുണ്ടാക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടക്കട്ടെ. എത്ര കിട്ടിയാലും അവർക്കല്ലേ. ഒന്ന് പറ കുഞ്ഞമ്മ. പൊന്നി ചേച്ചിക്ക് അറിഞ്ഞാ പോലെ. ഇനി നാട്ടുകാരെ കൂടെ അവരെ കാര്യം അറിയിക്കണം. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ പിള്ളേർക്കൊരു നാണക്കേട് ഉണ്ടാക്കല്ലേ. ഇനിയിപ്പോ ലോകം മൊത്തം വിളിച്ചു പറയും. ഹലോ ലീലേ, സുജാതയുടെ മോക്ക് ഫുള്ള് എല്ലാ A+ എന്നല്ലേ പറഞ്ഞത്? ചുമ്മാ. അമ്മയ്ക്ക് എനിക്ക് കിട്ടാത്തതിലല്ല, അവർക്ക് കിട്ടിയതിലായിരുന്നു സങ്കടം. ഇപ്പൊ നോക്ക്, പിള്ള മറ്റെന്തിര് സ്കൂൾ കോഡ് എന്തിരും അടിച്ചു നോക്കി റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് ഫുള്ളും ഇല്ല. Bയും Cയും ഒക്കെ ഉണ്ട്. വാ, ഒരു A+ എന്തരേ ഉള്ളൂ. അമ്മോ. ശരി നീ ബൈ. ഞാൻ രേഖയുടെ കൂടെ വിളിച്ചു പറയട്ടെ.
ഓ നീ വിളിച്ച് പറയട്ടാ എല്ലാരോടും. അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലോ. മക്കള് വാ, കുഞ്ഞമ്മ കേക്ക് വാങ്ങിച്ചു തരാം. വാ. ശരി കുഞ്ഞമ്മ, ബാ ഞാൻ വരാം. ശരി ശരി, പോയി മുട്ടായി വാങ്ങിച്ചെല്ലാവർക്കും കൊടു. മുട്ടായി. എന്നാലും അത് കുറച്ചുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ അതും കൂടെ പ്ലസ് ആക്കി കൂടെ ആയിരുന്ന. ഇതൊക്കെ ഇങ്ങനെ ജന്മങ്ങളായല്ലോ എന്നാണ്. നീ വാ. എന്ത് പറയാൻ നോക്ക്. എന്നാൽ അവരൊക്കെ ഒന്നുമില്ലല്ലോ, സമാധാനായി.